Hi, my dear students. Today we are discussing some important questions of chapter 1, Weather and Climate. The first question is, what are the elements of weather? 4 elements. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതൊരു ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലോങ് ആൻസർ ആയിട്ടോ രണ്ട് രീതിയിലും അത് വരാം. ഷോർട്ട് ആണെങ്കിൽ നമ്മൾ ഈ എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുക. അതൊരു ലോങ് ആൻസർ ആണെങ്കിൽ നമുക്ക് സ്കോറ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ 4 എലമെൻറ്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനൂടി പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് വെതർ. അപ്പം ക്ലൈമറ്റും വെതറും രണ്ടും അതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? വാട്ട് ഈസ് ഇൻസുലേഷൻ? ഓക്കെ. ദെൻ വാട്ട് ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദി എർത്ത്. ദെൻ മാക്സിമം മിനിമം ടെമ്പറേച്ചർ വെച്ച് നമുക്ക് രണ്ട് കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു ലോങ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? അതിനകത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡ്, അതുപോലെ ആൾട്ടിറ്റ്യൂഡ്, ദെൻ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറൻറ്റ്സ് ആൻഡ് റിലീഫ്. ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ 2 or 3 പോയിൻറ്റ്സ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നമ്മളത് പ്രതീക്ഷിക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ എലമെൻറ്റിലേക്ക് കയറുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ് എന്നുള്ളിടത്തുനിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കണം. അതിനകത്ത് ഒന്നാമത്തത് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പഠിക്കണം. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനും അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഓരോ പ്രഷർ ബെൽറ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊന്നും ഷോർട്ട് ആൻസേഴ്സ് വന്നാലും നമുക്കത് ചെയ്യാൻ സാധിക്കും, അല്ലേ? നിങ്ങൾക്കത് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ആ ടെമ്പറേച്ചർ എന്നുള്ള ഭാഗത്ത് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഐസോബാർ. അതൊരു ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് വരാം. ദെൻ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അതൊരു ഷോർട്ട് ആൻസർ ആണ്. ദെൻ കോറിയോലിസ് ഇഫക്റ്റ്. വാട്ട് ഈസ് കോറിയോലിസ് ഇഫക്റ്റ്? ഓർ മൂവിങ് ബോഡീസ് ദേ ഡിഫ്ലീറ്റ് ടുവേർഡ്സ് ദ റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ഡിഫ്ലീറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഇപ്പോൾ കോറിയോലിസ് എഫക്റ്റ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്? 2 ഫാക്ടറുണ്ട്. അതിൽ ഫസ്റ്റ് ഫാക്ടർ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. അത് ഇമ്പോർട്ടൻ്റാണ്. പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് അതൊരു ഷോർട്ട് ആൻസർ ആയിട്ട് പഠിക്കുക. ദെൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ആനിമോമീറ്റർ, വിൻഡ് വെയിൻ, അത് വിൻഡിൻ്റെ സ്പീഡ് അത് മെഷർ ചെയ്യാൻ വേണ്ടി ആനിമോമീറ്റർ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വിൻഡ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? വിച്ച് ആർ ദ 4 ടൈപ്പ് ഓഫ് വിൻഡ്? പെർമനൻറ്റ് വിൻഡ്, പീരിയോഡിക് വിൻഡ്, ലോക്കൽ വിൻഡ് ആൻഡ് വേരിയബിൾ വിൻഡ്. അതിനകത്ത് പെർമനൻറ്റ് വിൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പെർമനൻറ്റ് വിൻഡ്സ് 3 ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഡയഗ്രാം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലൈസ്, പോളാർ വിൻഡ്സ്. ഇത് 3ഉം നമ്മൾ ഒരു 2-3 പോയിൻ്റ് വീതം എക്സ്പ്ലെയിൻ ചെയ്യാനൂടി പഠിക്കുക. ഇനിയാണ് ഏറ്റവും വരാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത്. ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്? ദെൻ മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. ഓക്കെ. ദെൻ ഏറ്റവും ഒരു ലോങ് ആൻസർ അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് മൺസൂൺ. 2 ടൈപ്പ് ഓഫ് മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ ഈ രണ്ടും
നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം എഴുതുമ്പോൾ അതൊരു 6 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം. മൺസൂൺ വിൻസ്. അടുത്തായിട്ട് നമുക്ക് അടുത്ത എലമെൻറ്റിലേക്ക് പോകാം. വെതറിൻ്റെ ഒരു നെക്സ്റ്റ് എലമെൻ്റായിട്ട് വരുന്നതാണ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റി പറയുമ്പോൾ അതിനകത്ത് 2 തരം ഹ്യൂമിഡിറ്റി എന്താണെന്ന് പഠിക്കണം. വാട്ട് ഈസ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നെക്സ്റ്റ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ്റെ ഫോംസ്, വിച്ച് ആർ ദ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, അതൊരു ക്വസ്റ്റ്യനാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് എലമെൻറ്റ് പെർസിപ്പിറ്റേഷൻ. പെർസിപ്പിറ്റേഷൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പെർസിപ്പിറ്റേഷൻ, വാട്ട് ഈസ് പെർസിപ്പിറ്റേഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ്. ഈ 3 ഫോംസിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റെയിൻഫോളാണ്. ഇത് ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞേക്കട്ടെ. ക്ലൗഡ്സ്. നമ്മൾ ക്ലൗഡ്സിനെ പറ്റി പഠിച്ചപ്പോഴത്തേക്ക് അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് അത് നിങ്ങൾ പഠിച്ചോണം. 4 ടൈപ്പുണ്ട്. സിറസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്, നിംബസ് ക്ലൗഡ്, സ്ട്രാറ്റസ് ക്ലൗഡ്. അപ്പോൾ 4 ടൈപ്പും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി റെയിൻഫോള്. 3 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓറോഗ്രാഫിക് റെയിൻഫോൾ, കൺവെൻഷണൽ റെയിൻഫോൾ ആൻഡ് സൈക്ലോണിക് റെയിൻഫോൾ. അതിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്നോ ഓറോഗ്രാഫിക് റെയിൻഫോൾ. അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻഫോളിൻ്റെ ഡയഗ്രവും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇത്രയുമൊക്കെ ഒന്ന് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് എഴുതാൻ സാധിക്കും. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ അവിടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ടീച്ചറിൻ്റെ 5 വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ 6ാമത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ നിങ്ങൾ ആവർത്തിച്ച് കാണുക, കണ്ട് നന്നായിട്ട് പഠിക്കുക, കമൻറ്റ് ചെയ്യുക. ടീച്ചറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് 10th പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ കേരള സിലബസിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നന്നായിട്ട് സോഷ്യൽ സയൻസിനെ നന്നായിട്ട് പഠിച്ച് സോഷ്യൽ സയൻസിൽ ഈ വർഷം നമുക്കൊരു A+ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.